അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സിമ്പിൾ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് സുർബിയാൻ ചിക്കൻ ബിരിയാണി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. സുർബിയാൻ ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സവാള ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് സവാള ചെറുതായി അരിഞ്ഞെടുക്കുക. 4 സവാള ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലോണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നൈസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ സവാള നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് നട്ട്സും കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു ചെറിയൊരു മസാല നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാള ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നിട്ട് 1/3 ഭാഗം നമുക്ക് അരയ്ക്കാനായിട്ട് എടുക്കാം കേട്ടോ. അതിലോട്ട് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കിട്ടുന്ന രീതിയിൽ ചെയ്യുക കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വരുന്ന മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ. ഞാൻ കാശ്മീരി ചില്ലി യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം ഇതിൽ പെപ്പർ യൂസ് ചെയ്യുന്നത് കൊണ്ടാട്ടോ. ഇനി ഇതിലോട്ട് 1 കപ്പ് തൈരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. സുർബിയാൻ റൈസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് 1.5 ചിക്കനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറിയ പീസസാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്. നോർമലി നമുക്ക് സുർബിയൻ റൈസ് ചെയ്യുമ്പോൾ ഒരു ചിക്കൻ ഒരു 4 പീസസ് ആക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. ഇവിടെ വലിയ പീസസ് ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ചെറിയ പീസസാക്കി ചെയ്തിട്ടുള്ളത്. ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല നല്ലോണം ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. 1 അവറിന് ശേഷം ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂണോളം വരുന്ന ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. ഒരു 20 മിനിറ്റ്സ് ഒക്കെ എടുക്കും കേട്ടോ അത് കുക്ക് ചെയ്ത് വരാനായിട്ട്. ഇനി ബട്ടർ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഒരു 80% കുക്കായി കഴിഞ്ഞാൽ ഇനി റൈസ് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ക്വാണ്ടിറ്റി നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാനുള്ളതാണ് റൈസ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഞാൻ 2 ഗ്ലാസ് അരിയാണ്, ബസ്മതി റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഹാഫ് ഓറഞ്ചിൻ്റെ പീലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 3-4 പീസസ് പട്ട ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഏലക്കായ, ഗ്രാമ്പൂ, പിന്നെ ബേ ലീഫും കൂടെ ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഡ്രൈഡ് ലെമണാണ്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് ബോയിൽ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. 2 ഗ്ലാസ് അരി നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഈ ബോയിൽ ചെയ്തിട്ടുള്ള വെള്ളത്തിലോട്ട് നമുക്കിത് ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു 80% വേവെത്തുന്ന വരെ നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 80% റൈസ് കുക്കായിട്ടുണ്ട്. ഇനി സെയിം പാനിൽ തന്നെ
ചിക്കൻ ചെയ്ത് വെച്ചിട്ടുള്ള സെയിം പാനിലോട്ട് തന്നെ നമുക്ക് റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഫസ്റ്റ് ലെയറായിട്ട് കുറച്ച് ഫ്രൈഡ് ഓണിയൻസും അതേപോലെ തന്നെ കിസ്മിസും നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ റൈസിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കൊറിയാൻഡർ ലീവ്സും അതേപോലെ മിൻറ്റ് ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഫ്രൈഡ് ഓണിയൻസും നട്ട്സ് കിസ്മിസ് ഇതെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 3-4 ടേബിൾ സ്പൂണോളം ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ കുങ്കുമപ്പൂവ് ആഡ് ചെയ്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഈ ബിരിയാണിയുടെ മുകളിലായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾ പാലിൽ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഈ റൈസ് 30 മിനിറ്റ്സോളം ദം ചെയ്യാനായിട്ട് വെക്കുക. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് കേട്ടോ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് 10 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ വേണം ദം ചെയ്യാനായിട്ട്, പിന്നെ സെക്കൻഡ് 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലും, ലാസ്റ്റത്തെ 10 മിനിറ്റ്സ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. സുർബിയാൻ ചിക്കൻ റൈസ് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സിമ്പിളാണ്, അതേപോലെ തന്നെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനായിട്ട് ഇത് ഷെയർ ചെയ്യുക. പിന്നെ മറക്കാതെ കമൻസും ചെയ്യണം. വീണ്ടും കാണുന്നത് വരെ ബൈ, സീ യു ലേറ്റർ.